ഇന്ന് നമുക്കൊരു വലിയ വർക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒരു 6 കിലോ കേക്കാണ്. അതും 2 കേക്കായിട്ടായിട്ട്, ഒന്ന് 2 ടയറും ഒന്ന് 3 ടയറും. കുറച്ചധികം വർക്കുള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഹെൽപ്പറും കൂടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അതുപോലെ ഇത് ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള ഒരു കേക്കാണ് കേട്ടോ. ഈ ഒരു വർക്ക് നേരത്തെ കിട്ടിയോണ്ട് തന്നെ ഞാൻ ഈ ഒരു വർക്ക് 3 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് കറണ്ട് എപ്പോഴാണ് ഉണ്ടാവുക പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനായിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഓവനിലേക്കൊക്കെ 4 പാത്രത്തിലൊക്കെ ആക്കി ബാറ്റർ വെക്കുന്ന ടൈമിൽ കറണ്ട് എങ്ങാനും പോയിട്ടുള്ള അവസ്ഥ ആലോചിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇങ്ങനെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം വീഡിയോ കൂടി എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഒരു കേക്കിൽ നമുക്ക് കുറച്ച് ഫോണ്ടൻറ്റ് വർക്കും ഉണ്ട്. അതുപോലെ എനിക്ക് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അടുത്ത ടെൻഷൻ ഇത് ഡെലിവറി ചെയ്യുന്ന കാര്യമായിരുന്നു കേട്ടോ. നമ്മളിത് ഓട്ടോയിലാണ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഭാഗ്യത്തിന് നമ്മൾ ബേക്ക് ചെയ്യുന്ന ടൈമിലൊന്നും കറണ്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ക്രീം ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കസ്റ്റമർ ഇടയ്ക്ക് ഇതിൻ്റെ മോഡലൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻസ് അവർ പറഞ്ഞത് പ്രകാരം നമ്മൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ബോൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞു അത് വളരെ സിമ്പിളായി തോന്നി, അതുകൊണ്ട് കുറച്ചതിൽ മിക്കി മൗസ് സംഭവങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ വർക്ക് മാറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വീണ്ടും പർച്ചേസ് ചെയ്യാനും പോകണം നമുക്ക്. എങ്കിൽ കൂടി അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീണ്ടും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ അയച്ചു തന്നിട്ടുള്ള അതേ മോഡൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 2 kg നമ്മൾ ഇതിൽ 7 ഇഞ്ചും അതുപോലെ തന്നെ 5 ഇഞ്ചിൻ്റെ മുകളിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ 3 ടയർ വന്നിട്ട് 9 ഇഞ്ചും 7 ഇഞ്ചും 5 ഇഞ്ചും. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം നമ്മൾ ആദ്യം സ്പഞ്ചെല്ലാം ബേക്ക് ചെയ്ത് വെച്ചു. രണ്ടാമത്തെ ദിവസം നമ്മൾ ക്രെം കോട്ട് ചെയ്ത് വെച്ചു. മൂന്നാമത്തെ ദിവസം അഥവാ ഡെലിവറി ചെയ്യേണ്ട ദിവസം കാലത്താണ് നമ്മൾ അത് ഫൈനൽ കോട്ട് ചെയ്യുന്നതും അതിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതും. അങ്ങനെ 3 ദിവസമായിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. എന്തായാലും ഫൈനൽ റിസൾട്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ നല്ല ഫീഡ്ബാക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 കേക്കിൽ ഏത് കേക്കാണ് ഇഷ്ടമായത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.